ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ചൂട് കൂടുതൽ കാരണം ചെടികളെല്ലാം അതിൽ വെള്ളം, ചെടികളിൽ ഒഴിക്കുന്ന വെള്ളം ഇതിലിപ്പം നിൽക്കുന്നില്ലല്ലോ. ഒരു 11 മണിയാകുമ്പോഴത്തേക്കിനും ചെടികളാകെ വാടിപ്പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ ചെവിട്ട് ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് പുതച്ച് നല്ല രീതിയിൽ എടുക്കണം. എങ്കിലേ നമ്മുടെ ഈ സമയത്ത് ഈ ചെടികൾ നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ വാടി ഇല്ലാതായി പോവും. അപ്പോൾ നമ്മൾ ചൂട് കൂടുതലാണ്. അപ്പം 11 മണിയായപ്പോഴേക്കും ചെടികൾ വാടിപ്പോവും. 2 നേരം നമുക്ക് നനയ്ക്കേണ്ടിയും വരും. ഇങ്ങനെയുള്ള ചെടികൾ വെള്ളവും ചില ക്ഷാമമായിരിക്കുമല്ലോ ഇപ്പം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ചെടികൾക്ക് തന്നെ അതിൻ്റെ പോട്ടിൽ ഞാൻ 2-3 കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ആ ചെടിച്ചട്ടിയിൽ തന്നെ നിൽക്കുകയും ചെടികൾ നശിച്ചു പോവാതിങ്ങനെ ആ വെള്ളം അതിൽ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഒരു നേരം രാവിലെ നനച്ചാലും വെള്ളം അതിൽ തന്നെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ 2 നേരം നനച്ചാലും ചെടി വാടിപ്പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ അങ്ങനെ ചെവിട്ടിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഒന്ന് നമുക്ക് ചെടിയെ ഒന്ന് സംരക്ഷിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ കണ്ടോ, ഇതുപോലെ നമ്മുടെ ചില നനവുള്ള സ്ഥലങ്ങളിൽ കാണുമല്ലോ പായൽ. ഇപ്പോൾ ഈ സമയങ്ങളിൽ പായലൊക്കെ ഇങ്ങനെ ഉണങ്ങി വരും. എന്നാലും നമുക്കത് ചുരണ്ടിയെടുത്ത് ആ ഒരു ഉണങ്ങിയ പായൽ ചുരണ്ടിയെടുത്ത് നമുക്ക് കണ്ട ഇതുപോലെ കണ്ടോ, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചുരണ്ടിയെടുത്ത് പായലുള്ള സ്ഥലത്തുനിന്ന് നമുക്ക് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഈ ചെടിയുടെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഇത് പുതച്ചിട്ട് കൊടുക്കാം. നനച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടേ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടോ, അതാണ്ട് ഇതുപോലെ ചെടിയുടെ അടിയിലായിട്ട് നല്ല ഈ ചെടിക്ക് കൂളിങ് കിട്ടും കേട്ടോ. അകത്ത് ആ നനവ് അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുന്ന നനവ് അതുപോലെ തന്നെ ഇരിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് രാവിലെ നനച്ച് കൊടുത്താൽ മതി, വൈകിട്ട് ആകുമ്പോഴത്തേക്കും വാടത്തില്ല. ഈ നനവ് അതുപോലെ ഇരിക്കും. ഇത് പായലും കൂടെ ആണല്ലോ, നല്ലൊരു തണുപ്പും കിട്ടും. ചെടി നല്ല വളരും. ഈ പായലിൻ്റെ ഗുണം അങ്ങനെയാണ്. ചെടി വളരാനും ഈ പായൽ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ഈ പായലൊക്കെ ഒരു നനവുള്ള സ്ഥലങ്ങളിൽ ശരിക്ക് കാണും. അപ്പോൾ അത് ചിരണ്ടി എടുത്ത് ഇങ്ങനെ ചെവിട്ടിൽ ഈ ഒരു ഉണക്ക സമയത്ത് ഏറ്റവും നല്ലതാണിത്. ഈ ചെടിച്ചട്ടിയിൽ നിറച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നല്ലൊരു തണുപ്പ് ഇതിന് കിട്ടും. അടുത്ത രണ്ടാമത്തെ സംഭൊടി അറുക്കപ്പൊടി എന്നൊക്കെ പറയുന്ന തടി ചീകിയിട്ട് വരുന്ന ഈ ഇതില്ലേ പൊടി, ചീകുപൊടി. ഇതിനെ നമുക്ക് ഇതുപോലെ അതിൻ്റെ ചെവിട്ടിലായിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ പുതച്ച് കൊടുക്കാം. അത്രയ്ക്ക് ചൂടായിപ്പോൾ കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തേ പറ്റൂ നമുക്ക് ഇവർക്ക്. അല്ലെങ്കിൽ ഇവർ നല്ല ഉണങ്ങിപ്പോവും, വെള്ളം നിൽക്കുന്നതേ ഇല്ല. അത്രയ്ക്ക് ചൂടടിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തത് ഈ ചീകുപൊടിയാണ്. ഇതും നല്ല നനവ് ഈർപ്പവും ഈ ചെടിച്ചട്ടിയിൽ തന്നെ നിൽക്കും കേട്ടോ. മൂന്നാമത്തത് നല്ല കരിയില പൊടിച്ചത് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഈ ചെവിട്ടിൽ ഇട്ട് കൊടുക്കാം. കരിയില പിന്നെ എല്ലാവരുടെ കയ്യിലും ഉള്ളതായില്ലേ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതും കൂടെ ആയിരിക്കും. ഈ ഉണക്ക് സമയത്ത് നല്ല രീതിയിൽ പൊടിച്ചിട്ടിടണം കേട്ടോ. നല്ല ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ കരിയില എല്ലാവരുടെ വീട്ടിലും ഇപ്പം നല്ല രീതിയിൽ ഉണങ്ങി കിടക്കുമായിരിക്കും. അപ്പോൾ അതിങ്ങനെ പൊടിച്ച് നല്ല രീതിയിൽ പൊടിച്ച് ഇതിൻ്റെയൊക്കെ ചെവിട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഒരു തണുപ്പ് അതിനകത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും. അടുത്തത് ഇതാണ് കേട്ടോ, നമ്മുടെ ചീമക്കൊന്നയുടെ ഇല കണ്ടോ. അതൊരു വളവുമാണ്. ഇതുപോലെ ഈ സമയത്ത് ഇങ്ങനെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ കട്ടിക്കിട്ടാൽ വെള്ളം നിൽക്കുകയും ചെയ്യും. അതൊരു ചാണകത്തിൻ്റെ ഒരു എഫക്റ്റും കൂടെ കേട്ടോ. ചാണകപ്പൊടിയൊക്കെ നമ്മളിടത്തില്ലേ, അതിൻ്റെ ഒരു എഫക്റ്റും കൂടാണ് ഈ ഇല. ഇത് നമ്മുടെ ചീമക്കൊന്നയുടെ ഇല. അതും ഇതുപോലെ ഉള്ളവർ നല്ല രീതിയിൽ തന്നെ ഈ ചെടിച്ചട്ടിയിൽ നിറച്ചിങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ കട്ടിക്കിട്ട് കൊടുക്കാം. അതും ചെടിക്ക് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിലെ വെള്ളം അതുപോലെ ചെടിച്ചട്ടിയിൽ ആ നനവ് അതുപോലെ നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഉണങ്ങിയ പൂവുണ്ടല്ലോ,
നമ്മൾ മുറ്റത്തൊക്കെ അടിച്ചു വാരിയെടുക്കുന്ന ഉണങ്ങിയ പൂക്കൾ, എല്ലാ പൂക്കളും മുറ്റം തൂക്കുമ്പോൾ കിട്ടുന്ന ഉണങ്ങിയ പൂക്കളും നമുക്കിതുപോലെ ചെവിട്ടിലിങ്ങനെ, ചെടിയുടെ ചെവിട്ടിലിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അന്നേരവും വെള്ളം ഇങ്ങനെ ആ പോട്ടിൽ നിൽക്കും. എന്നും തൂത്തുവാരുമ്പോൾ കിട്ടുന്ന ചപ്പ്, അതും പൂക്കളുടെ ഉണങ്ങിയ പൂക്കളും ഇതുപോലെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക. നല്ലൊരു നനവ് അതിൽ തന്നെ നിൽക്കും. അടുത്തത് എന്താണെന്നറിയാവോ? ദാണ്ടെ ഇതുപോലുള്ള ചകിരിയാണ്. നമ്മുടെ തൊണ്ടിയിൽ നിന്നൊക്കെ എടുക്കുന്ന ചകിരിയില്ലേ, ചകിരി നമ്മൾ ഇങ്ങനെ പുതയിട്ട് കൊടുക്കുക. അപ്പോഴും അതിൽ വെള്ളം ഇങ്ങനെ നിൽക്കും. നല്ല രീതിയിൽ ആ വെള്ളം, ആ നനവ് അതുപോലെ തന്നെ നിൽക്കും. ചകിരി ഇട്ട് കൊടുത്താലും നല്ലതാണ്. രണ്ട് നേരം നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ കാണുമില്ലേ? ഒരു വെള്ളം തീരെ ഈ ഉണക്ക സമയത്ത് വെള്ളം ഇനി കൂടുതലാണ്, ഉണക്ക് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെടികളെല്ലാം ഇങ്ങനെ തന്നെ ഇതിലേതെങ്കിലുമൊക്കെ കയ്യിൽ ഒരെണ്ണം കാണുമല്ലോ. ഇപ്പോൾ പായലില്ല, അങ്ങനെ ഇല്ലാത്തവർ ഈ അർക്കപ്പൊടി ഉപയോഗിക്കുക. അർക്കപ്പൊടി ഇല്ലാത്തവർ കരിയില ഉപയോഗിക്കാം. കരിയില ഇപ്പോൾ എല്ലാ വീട്ടുകളിലും ഉള്ളതാണല്ലോ, കരിയില ഉപയോഗിക്കാം. ഇതിലെല്ലാം വെള്ളം നല്ല രീതിയിൽ അടിയിൽ വെള്ളം ഇങ്ങനെ നിൽക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പായലുള്ളവർ ഈ പായൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, നല്ലതാണ് കേട്ടോ. പായൽ നല്ലൊരു വളവും കൂടിയാണ്, ചെടിക്ക് നല്ലൊരു വളമാണ് ഈ പായൽ. അപ്പോഴേ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ വേനൽക്കാലത്തെ ഈ ചൂടിനെയും ചെടികളിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കണം. അപ്പം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കും ഒരു നേരമൊക്കെ നനച്ച് കൊടുത്താലും ചെടികൾ വാടിപ്പോവാതെ ആ വെള്ളത്തിൻ്റെ നനവ് ആ പോട്ടിൽ തന്നെ കാണും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കരുത്. ഇനിയൊരു പുതിയൊരു ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.